ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നൊക്കെ ആയിട്ട് എനിക്ക് 2-3 കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറുപടി ഞാൻ അപ്പം തന്നെ അതിൽ തന്നെ അവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. വേറെ ഒന്നുമല്ല. കമൻറ്റിൽ വന്നത് ഇതായിരുന്നു: ചേച്ചിയുടെ പിരികം കാണാൻ നല്ല രസമുണ്ടല്ലോ, പിരികത്തിന് നല്ല കട്ടി വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റാണ്. അപ്പോൾ ഞാൻ ഒരു സത്യം പറയട്ടെ, ഇതെൻ്റെ ഒറിജിനൽ പിരികമൊന്നുമല്ല. എനിക്ക് വന്ന കീമോ കഴിഞ്ഞിട്ട് ആദ്യത്തെ പിരികം, എൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന പിരികം അത്യാവശ്യം കട്ടിയുള്ള പിരികമായിരുന്നു. പക്ഷേ ഓവർ കട്ടിയല്ല, എന്നാലും അത്യാവശ്യം കട്ടിയുള്ള പിരികമായിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് എഴുതി കൊടുക്കുമായിരുന്നു പണ്ടേ. ഇപ്പോൾ കീമോ കഴിഞ്ഞ ശേഷം, ഇപ്പോൾ ഒന്നാമതേ നമുക്ക് കീമോ കഴിഞ്ഞിട്ട് 1 ഇയർ പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പിരികത്തിന് വളരെ കട്ടി കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ മുഖച്ഛായ തന്നെ മാറിയല്ലോ എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഹൈബ്രോ എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പിരികത്തിന് കട്ടി കാണുന്നത്. അല്ലാതെ ഇതെൻ്റെ ഒറിജിനൽ പിരികം അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കീമോ കഴിഞ്ഞിരിക്കുന്നവരോ അതിന് കീമോ കഴിഞ്ഞിട്ട് 1 ഇയർ ആവുന്ന ആൾക്കാരോ ഒക്കെ പിരികം കട്ടി കുറഞ്ഞാൽ വന്നെങ്കിൽ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എനിക്ക് കീമോ ചെയ്തതിന് ശേഷം പിരികത്തിന് കട്ടി വന്നിട്ടില്ല. ഇത് ഞാൻ എഴുതിയ പിരികമാണ്. അപ്പം എല്ലാവരും എൻ്റെ പിരികം കണ്ടിട്ട് ഞാനിത് ഒറിജിനൽ പിരികാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതെൻ്റെ ശരിക്കുള്ള പിരികമല്ല. ഞാൻ പിരികം വന്നിട്ടുണ്ട്, പക്ഷെ വലിയ കട്ടിയില്ല. അപ്പോൾ വന്ന പിരികത്തിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈബ്രോ പെൻസിൽ കൊണ്ട് വരച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കട്ടിയുള്ള പിരികമൊക്കെ സാവകാശം വരുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ ഒരു വലിയ കണ്ടൻ്റ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മൾ പറയാൻ വരുന്ന കാര്യത്തിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയ സംഭവം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മളെ വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു. February 4 എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയൊരു പ്രധാനമുള്ള ദിവസമാണല്ലേ അത്. അപ്പോൾ ഇന്നലത്തെ ദിവസത്തിൽ നമ്മുടെ സർക്കാർ ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും നമ്മുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യരൊക്കെ കൂടി അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സംഭവം വേറെയൊന്നുമല്ല, ഇപ്പോൾ ലോകത്ത് നമ്മുടെ കൊച്ചു കേരളമാണ് ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ടുള്ള കണക്കുകളിലും സാധ്യതാ പട്ടികകളിലും ഏറ്റവും ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ള ചാൻസ് അതും കേരളത്തിന് തന്നെയാണ്. അപ്പോൾ സർക്കാർ ഒരു പദ്ധതി രൂപീകരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ, ക്യാൻസറിനെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുത്ത് അതൊരു ക്യാൻസർ ആവാതെ ഈ ഒരു രോഗത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചതാണ്. അപ്പം ഈ പദ്ധതിയുടെ ഒരു സീരിയസ്നെസ് എത്രയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പം ഈ വീഡിയോ കാണുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാരാണെങ്കിൽ പോലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇത് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതിപ്പം കോഴിക്കോട് ജില്ലയിൽ ഇരുന്ന് മാത്രം കാണുന്നവരായിരിക്കില്ല, പല ജില്ലയിൽ ഇരുന്ന് കാണുന്നവരായിരിക്കും. കേരളം മൊത്തമാണ് നമ്മുടെ ഈ പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുണ്ടാകും. നമ്മുടെ ഗവൺമെൻറ് PHSCകൾ വഴിയും താലൂക്ക് ഹോസ്പിറ്റൽ വഴിയും CHSC വഴിയും മെഡിക്കൽ കോളേജ് വഴിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ക്യാൻസർ ഡിറ്റക്ഷൻ, അത് എയർലി ഡിറ്റക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ക്രീനിങ് ആണ്. മെയിനായിട്ട് നമ്മുടെ സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്ന ക്യാൻസറുകളാണ് ബ്രസ്റ്റ് ക്യാൻസറും പിന്നെ അടുത്തത് സെർവൈക്കൽ ക്യാൻസറും. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന 2 ക്യാൻസറാണ്. ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ 100% മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അത് കണ്ടെത്താൻ വൈകി പോകുന്നത് കൊണ്ട് മരണനിരക്കും കൂടുന്നു. അതുപോലെ തന്നെയാണ് സെർവൈക്കൽ ക്യാൻസർ. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പരിപൂർണമായി മാറ്റാൻ കഴിയുന്ന ക്യാൻസറാണ്. പക്ഷെ അതും അവസാന കാലഘട്ടങ്ങളിലാണ് പലരും ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മരണനിരക്ക് കൂടുതലായി കാണുന്നു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നമ്മുടെ ജനങ്ങളിലേക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും സർക്കാർ തന്നെ
വളരെ കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കുറഞ്ഞ ചിലവിൽ BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ക്യാൻസർ ഡിറ്റക്ഷൻ നടത്തുന്ന ഒരു പദ്ധതിയാണിത്. ബ്രസ്റ്റ് ക്യാൻസർ മനസ്സിലാക്കുന്നതിനായിട്ട് സ്വയം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ട രീതികളെക്കുറിച്ചും പിന്നെ മാമോഗ്രാം പോലെയുള്ള സ്ക്രീനിങ്ങുകളെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തുള്ള ഹെൽത്ത് പ്രൊഫഷനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സ്ക്രീനിങ് എവിടെ നടക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ ചുറ്റുപാട് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയും 30 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളെ കൂടെ ഈ സ്ക്രീനിങ്ങിന് വിധേയമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം തുടക്കത്തിൽ കണ്ടുപിടിക്കാനേ പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ആരും ഭയം കൂടാതെ, മടി കൂടാതെ, പേടി കൂടാതെ ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ട് ഇതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് മനസ്സിലാക്കി ഇത് ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത് തന്നെ നമുക്ക് വളരെയേറെ ക്യാൻസർ കേരളത്തിൽ കൂടി വരുന്നത് കൊണ്ടും പിന്നെ എന്താ പറയുക, ആളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആളുകൾ ഇത് കാണിക്കാൻ വൈകി പോകുന്നു അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യാൻ വൈകി പോകുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പം നമ്മൾ നേരിട്ട് ചെന്ന് വീടുകളിൽ ചെന്ന് സർവേ എടുത്ത് അങ്ങനെ ആ ഓരോ വീട്ടിലെയും 30 വയസ്സിൽ കൂടുതലായിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്നിട്ട് സ്ക്രീനിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ടെസ്റ്റുകൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് BPL കാർഡിൽ വരുന്ന ആൾക്കാർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. ഇനി BPL അല്ല APLകാർക്കാണെങ്കിൽ വളരെ ചുരുങ്ങിയ പൈസയേ വരുന്നുള്ളൂ. അത് വളരെ ചുരുങ്ങിയ പൈസയാണ്. നമുക്ക് 2000, 3000, 4000 ഒക്കെ വരുന്ന ടെസ്റ്റുകൾ കുറഞ്ഞ ചിലവിലാണ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളെ അടുത്തുള്ള ഹെൽത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ PHCകളോ CHCകളോ ഒക്കെ നമ്മളെ ഈ ഹെൽത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇനി അവരെ ആരെയും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ആശാപ്രവർത്തകരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ക്രീൻ ടെസ്റ്റുകൾ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ പെങ്ങന്മാർക്കോ മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സ്വന്തം ആശാ വർക്കറെ അറിയിച്ച് ഇങ്ങനത്തെ സ്ക്രീനിങ്ങുകളും കാര്യങ്ങളും ചെയ്യുവാൻ ഒരു മടിയും വിചാരിക്കരുത്. കാരണം അസുഖം വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് അസുഖം വരുന്നതിന് മുന്നേ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അതിപ്പം ക്യാൻസർ അല്ലെങ്കിൽ കൂടിയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അത് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും അസുഖം അറിയാതെയായി പോകുന്നതാണ് നമ്മൾ ചികിത്സിക്കാൻ വൈകി പോകുന്നത്. ഇനി പലരും പൈസ കൊടുക്കാനില്ലാത്ത കൊണ്ടും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ടെസ്റ്റുകൾക്ക് വിധേയമാവാതെയും അസുഖം അറിയാതെയായി പോകുന്നു. അതുകൊണ്ട് ദയവായി സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികളൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതാട്ടോ, നിങ്ങൾക്ക് കാണുമോ? ഇതുണ്ടോ? ഇതാണ് പദ്ധതി. ഞാനിത് തമ്പനയിലായിട്ട് ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഇന്നലേക്ക് ഒരുപാട് പേര് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഹെൽത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ആശാപ്രവർത്തകർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഒരു തമാശയായിട്ട് എടുക്കാതെ ഇതിനെ കാര്യമായി തന്നെ എടുക്കുക. കാരണം ക്യാൻസർ വന്ന ഒരാൾ ഇരുന്ന് ഇങ്ങനെ പറയുമ്പം നിങ്ങൾ അതിൻ്റേതായ സീരിയസ്നെസ്സോട് കൂടി എടുക്കുക. കാരണം അത് ആർക്കും ഇനി വരരുതെന്ന് ഞാൻ എൻ്റെ അത്രയും ആഗ്രഹിക്കുന്ന കൊണ്ടാണ് ഇത്തരം വീഡിയോസ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനും ഷെയർ ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ഒക്കെ സ്ക്രീനിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പയ്യെ കുടുംബശ്രീ പ്രവർത്തകരിലേക്കും ആശാപ്രവർത്തകരിലേക്കും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളിലേക്കും പയ്യെ ഇത് ഇറങ്ങിച്ചെല്ലും. ഇത് അടുത്ത മാസം 19 വരെയോ മറ്റേ ഉള്ളൂ. അപ്പം വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട്
ഇങ്ങനൊരു സംഭവം നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഇതിനെക്കുറിച്ച് ക്ലാസ്സും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റാണ് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ പലരും എന്താ പറയുക അസുഖം അറിഞ്ഞിട്ടും അത് കാണിക്കാതെ വെച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് അവരൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ പലരും കമൻറ്റായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേച്ചി എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു ചെറിയ തടിപ്പ് കാണുന്നുണ്ട്, ഞാൻ ഏത് ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പം എന്നാൽ ഗൈനക്കോളജിസ്റ്റ് അങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന്. പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പേഷ്യൻസും ബ്രസ്റ്റിലൊരു മുഴ കാണുമ്പോൾ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം ഓടി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പം ഒരു മുഴയോ തടിപ്പോ എങ്ങാനും ബ്രസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണിക്കേണ്ടത്. അത് ആളുകളുടെ തെറ്റായ ധാരണയാണ്. അത് കാരണം അങ്ങനെയൊരു പ്രൈവറ്റ് പാർട്ട് ആയതുകൊണ്ടാണ് എല്ലാവരും ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അപ്പോൾ അത് കാണിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ അല്ല, ഒന്നെങ്കിൽ ഒരു സർജനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കുക. ഡോക്ടർ വ്യക്തമായത് പറയുന്നുണ്ട് സർജനെ കാണിക്കാൻ. ഇപ്പം പലപ്പോഴും പല ഡോക്ടേഴ്സും കുഞ്ഞു മുഴകളൊക്കെ കണ്ടിട്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പല പേഷ്യൻസിനെ അയക്കുന്നത് പിന്നെ പലപ്പോഴും ക്യാൻസറായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവരെടുത്ത് വരുന്ന ഓരോ പേഷ്യൻസിനെയും അവർ ഒരു ചാൻസും മിസ്സാക്കാതെ തന്നെ അങ്ങനെ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ക്യാൻസറൊന്നും അല്ലെങ്കിൽ പോലും അവരൊരു സർജൻ്റെ എന്താ പറയുക ഒപ്പീനിയനും കൂടെ എടുക്കാൻ അവർ സർജൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ എല്ലാ ഡോക്ടർമാരും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പല ഗൈനക്കോളജിസ്റ്റുകളും ഇങ്ങനെ മുഴയൊക്കെ കണ്ടിട്ട് അത് കുഴപ്പമില്ല, അത് സാധാരണ മുഴയാണ്, ഫൈബ്രോയിഡാണ്, ഓക്കെയാണ് എന്ന് പറഞ്ഞ് വിട്ടിട്ട് പിന്നെ അത് ക്യാൻസറായി എന്നുള്ളത് പലയിടത്തും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നമുക്ക് വീഡിയോസ് ചെയ്യുന്ന പലരും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബ്രസ്റ്റിലെ തടിപ്പോ മുഴകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെന്ന് വെക്കേ അതിനെ ഓടിപ്പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട. ഒരു മടിയും വിചാരിക്കാതെ നിങ്ങളൊരു സർജനെ കാണിക്കുക. ഇനി നിങ്ങൾ അത്യാവശ്യം മനക്കെട്ടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ഓങ്കോളജിസ്റ്റ് ആകുമ്പോൾ അദ്ദേഹം അതിനെ ഈ ഒരു കണ്ണോട് കൂടി കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്ത് കൺഫേം ആക്കും. ഒരു ഓങ്കോളജിസ്റ്റ് നമ്മളോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. കാരണം ആ മുഴയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സമാധാനിക്കാം. അപ്പം എൻ്റെ ഈ ഒരു ഞാനിങ്ങനെ ഇന്ന് മേഡം ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എങ്ങനെ ഒരു കാര്യം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന്. കാരണം എൻ്റെ വീഡിയോസിൻ്റെ ഇടയിലും പലരും ചോദിച്ചൊരു കമൻറ്റാണത്, ആരെ കാണിക്കണം എന്നുള്ളത്. അപ്പം പരമാവധി നിങ്ങൾ ബ്രസ്റ്റിലൊരു മുഴയോ തടിപ്പോ കണ്ടാൽ സർജനെയോ ഓങ്കോളജിസ്റ്റിനെയോ കാണാൻ ശ്രമിക്കുക. പരമാവധി ഗൈനക്കോളജിസ്റ്റിനെ കാണാതിരിക്കുക. കാരണം അവരല്ല, അവരുടെ പണി അതല്ല. ഒരു മുഴ എന്താണെന്നുള്ള കണ്ടുപിടിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റ് അല്ല. പകരം നിങ്ങൾക്ക് ബ്രസ്റ്റിൻ്റെ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പരമാവധി ഒരു സർജനെ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട. ഇങ്ങനെ ഒരു പദ്ധതി വന്നിട്ടുണ്ട്. ആ പദ്ധതിയിലേക്ക് പരമാവധി നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയും നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ കൂടിയും ജസ്റ്റ് സ്ക്രീനിങ്ങുകൾ ചെയ്യുക. കാരണം പുറം രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്ക്രീനിങ് ടെസ്റ്റുകളും കാര്യങ്ങളും നിർബന്ധമാണ്. നമ്മുടെ കേരളത്തിലൊന്നും അത് ഇതുവരെ വന്നിട്ടില്ല. നമുക്കും വരണമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാൻസറുകൾ ഇപ്പം വല്ലാതെ ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൂടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇങ്ങനെ കൂടുന്ന ക്യാൻസറിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ലൈഫ് ജേണി കൂട്ടണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം സർക്കാരിൻ്റെ ഇങ്ങനത്തെ പദ്ധതികളിലൊക്കെ വരുന്ന സമയത്ത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു ടെസ്റ്റൊക്കെ പുറത്ത് പോയി ചെയ്യുമ്പോൾ ഭയങ്കര പൈസയാകും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടു പോകും. നമ്മളൊന്നുമില്ല എന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചിലപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അപ്പം എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ക്യാൻസർ പേഷ്യൻസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവർ കുറേയൊക്കെ നമ്മളെ വിശ്വസിക്കാൻ തയ്യാറാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. അപ്പോൾ ബൈ.